എല്ലാവർക്കും ഇതാസ് കിച്ചണിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക തോരനാണ്. എൻ്റെ വീട്ടിൽ നട്ടി കിളിപ്പിച്ച വെണ്ടയ്ക്ക തന്നെയാണ് ഞാൻ വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇനി നമുക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്യാം. കുറച്ച് മുള്ളൊക്കെ ഉണ്ട് കേട്ടോ, അപ്പൊ നമുക്ക് സൂക്ഷിച്ച് വെട്ടിയെടുക്കാമേ. വെണ്ടയ്ക്ക ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ ഒരു വലിപ്പത്തിലുള്ള വെണ്ടയ്ക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി തോരനുണ്ടാക്കാം. വെണ്ടയ്ക്ക തോരനുണ്ടാക്കാൻ വേണ്ടി ചെയ്യുവാൻ ഒരു ഉള്ളി എടുക്കാം, കറിവേപ്പില ആവശ്യത്തിന്, അത് കണക്ക് 3 പച്ചമുളക്, ആവശ്യത്തിന് തേങ്ങ. നമുക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാം. 2 വശം നീരെ കൊണ്ട് കട്ട് ചെയ്തിട്ട് നീര് നല്ല നൈസിൽ റൗണ്ട് എടുത്ത് അരിഞ്ഞു കൊടുക്കാം. വെണ്ടയ്ക്ക നല്ല നൈസ് ആവണം, അപ്പോഴേ നല്ല രുചിയുള്ളൂ. നമ്മൾ സവാള അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പച്ചമുളക് എടുത്തിട്ട് 2 സൈഡും കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം നീളത്തി ഒന്ന് അരിയണം. പച്ചമുളക് അരിഞ്ഞ് എടുത്തോണ്ട് സവാളയുടെ അടുത്തോട്ട് അങ്ങ് വെക്കാം. സവാളയുടെ വെക്കാം. ഇനി കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ആദ്യം പാൻ എടുക്കുന്നുണ്ട്. പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. നമ്മൾ ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ഓയിൽ എടുക്കുന്ന ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് ഇനി ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കാം. കടുക് ഇടുമ്പോൾ ശ്രദ്ധിച്ചിടാം. നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പച്ചമുളക് ഉള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചേക്കുന്നതിൽ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു ഓറഞ്ച് കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് വഴറ്റി എടുക്കണം. നമ്മുടെ ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്ക എടുത്ത് അതിൻ്റെ മണ്ടയിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ടാൽ മതി. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതൊന്ന്
അടച്ചു വെക്കാം. ഫ്ലെയിം കുറച്ച് അടച്ചു വെക്കണം. നമുക്ക് ഇളക്കാം. ഫ്ലെയിം കുറച്ച് ഇതൊന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. 10 മിനിറ്റ് ആയിട്ടാണ് നമുക്ക് ഞാൻ തുറന്ന് നോക്കാം. തുറന്ന് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ഒന്നിട്ട് കൊടുക്കാം. അതാണെങ്കിൽ കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് ആണ്. എടുത്ത് വെച്ചേക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വെണ്ടയ്ക്ക തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് നേരെ ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക തോരൻ നല്ലോണം വന്നിട്ടുണ്ട്. ചൂടായിട്ടോ നമ്മുടെ വെണ്ടയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.